നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗതക്കുരുക്ക് വീണ്ടും ദുരിതമായി. 3 ദിവസമായി തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. അളഗപ്പ നഗർ പഞ്ചായത്ത് 1-ാം വാർഡ് ആമ്പല്ലൂർ വടക്കുമുറിയിൽ നിർമ്മിച്ച ആരോഗ്യ ഉപകേന്ദ്രം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാലപ്പിള്ളിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷിംസൺ വടക്കേത്തലയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃക്കൂർ പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മ തൃക്കൂർ പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗതക്കുരുക്ക് വീണ്ടും ദുരിതമായി. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. 3 ദിവസമായി ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അടിപ്പാതയുടെ അനുബന്ധമായ മേൽപ്പാതയ്ക്കു വേണ്ടിയുള്ള റോഡിന്റെ അടിത്തറ കോരുന്ന ജോലികളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത്. ഇതോടെ സർവീസ് റോഡിന്റെ വീതി അല്പം കുറഞ്ഞതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത്. ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ വീതി കുറവും ഗതാഗതക്കുരുക്കിന് കാരണമാണ്. ദേശീയപാതയിലൂടെ 3 വരിയായി വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത്. പലപ്പോഴും ഗതാഗതക്കുരുക്ക് പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിലേക്കും നീളുന്നുണ്ട്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചിട്ട് സെപ്റ്റംബർ 24-ന് 1 വർഷം തികയുകയാണ്. 2024 സെപ്റ്റംബർ 24-ലാണ് സർവീസ് റോഡുകളുടെ പണി എങ്ങും എത്താതെയും യാതൊരു മുന്നൊരുക്കങ്ങളില്ലാതെയും ദേശീയപാത പൊളിച്ചു തുടങ്ങിയത്. അന്നു മുതൽ ദേശീയപാതയിൽ മുമ്പെങ്ങും ഇല്ലാത്ത ഗതാഗതക്കുരുക്കിനാണ് ആമ്പല്ലൂർ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ മാസം സർവീസ് റോഡ് ഭാഗികമായി പൂർത്തിയാക്കിയതോടെയാണ് ഗതാഗതക്കുരുക്ക് ചെറുതായെങ്കിലും പരിഹരിക്കപ്പെട്ടത്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ദേശീയപാതയുടെ വശങ്ങളിലെ നിർമ്മാണം പാത പൊളിക്കു മുൻപ് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ തുടക്കം മുതലേ പ്രതിസന്ധി പരിഹരിക്കാമായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ വാദം. പ്രതിദിനം 1,00,000 വാഹനയാത്രക്കാരെ പരിഗണിക്കാതെയുള്ള നിർമ്മാണത്തിന് ഹൈക്കോടതിയിൽ നിന്നും വലിയ പ്രഹരമാണ് ദേശീയപാത അതോറിറ്റിക്ക് ലഭിച്ചത്. 1.5 മാസത്തിലേറെ പാലിയേക്കരയിൽ ടോൾ പിരിവ് പോലും നിർത്തിവെപ്പിച്ചത് അതോറിറ്റിക്ക് തിരിച്ചടിയായി. ടോൾ പിരിവ് തുടങ്ങാൻ അനുവാദം വേണമെന്നാവശ്യപ്പെട്ട് NHAI ഹൈക്കോടതിയിൽ നൽകിയ കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഗതാഗതക്കുരുക്ക് ആമ്പല്ലൂരിൽ വീണ്ടും തലപൊക്കിയത്. അളഗപ്പ നഗർ പഞ്ചായത്ത് 1-ാം വാർഡ് ആമ്പല്ലൂർ വടക്കുമുറിയിൽ നിർമ്മിച്ച ആരോഗ്യ ഉപകേന്ദ്രം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, സ്ഥിരസമിതി അധ്യക്ഷരായ പ്രിൻസി ഡേവിസ്, ജിജ ജോൺ, അംഗങ്ങളായ PK ശേഖരൻ, പ്രിൻസ് ഫ്രാൻസിസ്, PS പ്രീജോ, KA ശൈലജ, സജ്ന ഷിബു, അശ്വതി പ്രവീൺ, സെക്രട്ടറി PB സുഭാഷ്, മെഡിക്കൽ ഓഫീസർ S ഉമേഷ് എന്നിവർ പ്രസംഗിച്ചു. ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാലപ്പിള്ളിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യമുയരുന്നു. പാലപ്പിള്ളിയിലെ തോട്ടം തൊഴിലാളികൾക്കും സമീപ പ്രദേശങ്ങളിലെ ആദിവാസി ഊരുകളിൽ ഉള്ളവർക്കും നാട്ടുകാർക്കും ചികിത്സാ ആവശ്യങ്ങൾക്കായി നേരിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. നിലവിൽ ആമ്പല്ലൂരിലോ തൃശൂരിലോ എത്തി ബസ്സുകൾ മാറിക്കയറി വേണം യാത്ര തുടരാൻ. രോഗത്തിന്റെ അവശതകളുമായി യാത്ര ചെയ്യുന്നവരും ഗർഭിണികളും വയോധികരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ ഇത്തരത്തിൽ ബസ്സുകൾ മാറിക്കയറി യാത്ര ചെയ്യേണ്ടതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ നവകേരള സദസ്സിലും മന്ത്രി KB ഗണേഷ് കുമാറിനും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഈ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന പാലപ്പള്ളി, ആമ്പല്ലൂര്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് KSRTC ബസ് ഓടാത്തത് ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ്.
പ്രധാനമായും പാലപ്പള്ളി, ചിമ്മിണി ഡാം, ചൊക്കനകുണ്ടായി, ആനപ്പാന്തം എന്നീ സ്ഥലങ്ങളിലെ ജനങ്ങളും ആദിവാസികളും പാലപ്പള്ളി, വരന്തരപ്പള്ളി, വേലുപ്പാടം, ആമ്പല്ലൂർ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും വളരെയധികം ദുരിതത്തിലാണ്. അപ്പം ഈ ബസ് എത്രയും പെട്ടെന്ന് ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപ് നവകേരള സദസ്സിൽ പരാതി കൊടുത്തു, കമ്മീഷണർക്ക് പരാതി കൊടുത്തു, MLAക്ക് പരാതി കൊടുത്തു. ഇപ്പോഴും ആ ബസ് ഓടിക്കാനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ മന്ത്രി ഗണേഷ് കുമാറിന് പരാതി നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ യാത്രാ ദൂരത്തിന് ഒരു അറുതി വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചിമ്മിനി ഡാം മുതൽ പാലപ്പള്ളി വരെയും ചൊക്കന, കുണ്ടായി, കാരികുളം, ആനപ്പാന്തം ഊരുകളിലുള്ളവർക്കും വേലുപ്പാടം, വരന്തരപ്പള്ളി മേഖലകളിലെ പാവപ്പെട്ട രോഗികൾക്കും സഹായകമാകുന്ന ഈ റൂട്ടിലെ KSRTC ബസ് സർവീസുകൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ലാഭകരമല്ലാത്ത സർവീസുകൾ നിർത്തിവെച്ചതോടെയാണ് പാലപ്പള്ളി മെഡിക്കൽ കോളേജ് KSRTC സർവീസ് നിർത്തിവെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ നൂറുകണക്കിന് സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഗണിച്ച് ഈ റൂട്ടിൽ KSRTC സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നെന്മണിക്കര, വല്ലച്ചിറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലക്കടവ് പാലത്തിന് സാങ്കേതിക അനുമതിയായെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. 7.3 കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് അനുമതി ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശൈലജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, A രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ആയുർവേദം മനുഷ്യനും പ്രകൃതിക്കും എന്ന സന്ദേശവുമായി ഇരിഞ്ഞാലക്കുടയിൽ ആയുർവേദ ദിന റാലി സംഘടിപ്പിച്ചു. ആയുർവേദ ഡോക്ടർമാർ, ആയുർവേദ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ആയുർവേദ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, UK, ഓസ്ട്രേലിയ എന്നിവിടെ നിന്നെത്തിയ രോഗികളും റാലിയിൽ പങ്കെടുത്തു. സമാപനത്തിൽ 10ാം ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രതീകമായി ഓരോ ആയുർവേദ ഡോക്ടർമാരും 10 ആയുർദീപങ്ങൾ തെളിയിച്ചു. കപീഷ്, മായാവി എന്നീ കഥാപാത്രങ്ങളെ ചിത്രകഥയിലൂടെ സൃഷ്ടിച്ച് പ്രസിദ്ധി നേടിയ പ്രശസ്ത ചിത്രകാരൻ മോഹൻദാസ് ആദ്യ ആയുർദീപം തെളിയിച്ചു. കൂടൽമാണിക്യൻ ദേവസ്വം ഭരണസമിതി അംഗം KG അജയകുമാർ പ്രസംഗിച്ചു. സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത പൊതുജനങ്ങൾക്ക് അപരാജിത ധൂപചൂർണം വിതരണം ചെയ്തു. ബൈക്കിൽ രാജ്യം ചുറ്റിയ അളഗപ്പനഗർ കീനൂർ സ്വദേശിനി പവനയെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. 8ാം വാർഡിലെ കീനൂർ വൈദ്യക്കാരൻ സുനിലിന്റെയും സുമയുടെയും രണ്ടാമത്തെ മകളാണ് 25-കാരിയായ പവന സുനിൽ. 2025 ജൂലൈ 31 ബൈക്കിൽ ഒറ്റയ്ക്ക് ആരംഭിച്ച ഇന്ത്യ സന്ദർശനം 20 വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി 8500 കിലോമീറ്ററോളം പിന്നിട്ട് 53 ദിനം കൊണ്ടാണ് തിരിച്ചെത്തിയത്. നിരവധി കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം കൂടി നൽകുന്നുണ്ട് പവന. KK രാമചന്ദ്രൻ MLA കീനൂരിലുള്ള പവനയുടെ വീട്ടിലെത്തി അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ്മ രഞ്ജിത്ത, സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് VK സുബ്രഹ്മണ്യൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ PK വിനോദ, PK ഫ്രാൻസിസ്, കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാജു കിഴക്കുടൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷിംസൺ വടക്കേത്തലയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃക്കൂർ പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കൂർ പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഡോക്ടർമാർ ഏറ്റുവാങ്ങി. പ്രിയദർശിനി കൂട്ടായ്മ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, ഷെന്നി ആന്റോ പനോക്കാരൻ, സുനിൽ മുളങ്ങാട്ടുകര, ജോൺ പോൾ കൂടലി, അഖിൽ ഈഴപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവും ഗവൺമെന്റ് റബ്ബർ പ്ലാന്റേഷൻ സഹകരണ സംഘം ഡയറക്ടറുമായിരുന്ന ഷിംസൺ വടക്കേത്തലയുടെ 1ാം ചരമവാർഷികവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മാവിൻ ചുവട് പൂണിശ്ശേരി സെന്റ് റാഫേൽ അഗതി മന്ദിരത്തിൽ അന്തേവാസികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം നടത്തിക്കൊണ്ടായിരുന്നു ആചരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ വട്ടക്കുഴി അനുസ്മരണ യോഗവും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിൻഡോ കാവല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഷെന്നി പനോക്കാരൻ, KL ജെയ്സൺ, ഹേമലത സുകുമാരൻ, സൈമൺ നമ്പാടൻ, പ്രിബിനൻ ചുണ്ടേലപ്പറമ്പിൽ, സലീഷ് ചെമ്പാറ, വിനയൻ കല്ലിങ്ങപ്പറമ്പിൽ, വിനോദ് ഞാണൂർ, ആൽവിൻ വർഗീസ്, ഷാൻഡോ തറയിൽ,
വിൽസൺ ആറ്റുപുറം, ചെറിയ ചീനപ്പള്ളി, ജോർജ് ഇടപ്പള്ളി, ഇബ്രാഹിം, മണികണ്ഠൻ, നെൽസൺ ആലേങ്ങാട്, ഹിരൺ, ലിജോ കുന്നൻ, റിൻസൺ കുന്നൻ എന്നിവർ പ്രസംഗിച്ചു. ഈ നാടിനു വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെയധികം സമയം മാറ്റി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് അളഗപ്പനഗർ 4-ാം വാർഡ് സമ്മേളനം ജയൻ കൂവക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, ഷാജി കൊടേക്കാടൻ, കെ രാധാകൃഷ്ണൻ, സിജോ പുന്നക്കര, ജിജോ ജോൺ, കെ എസ് മനോജ് കുമാർ, ഹരൻ ബേബി, ബാബു സാമുവൽ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് കേരളോത്സവം പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സെക്രട്ടറി PR ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി MA അനൂപ്, ക്ലാർക്ക് ജിൻസി എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ NSS ദിനാചരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് വിമുക്ത നവകേരളം എന്നതിനെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തു. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം നടത്തുന്നതിനായി റാലിയും സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റിന്റെയും മാലിന്യമുക്ത നവകേരളം യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പേപ്പർ ബാഗ് വിതരണോദ്ഘാടനം മെക്കാനിക്കൽ വിഭാഗം മേധാവി സിൻഡോ സി ജെസി നിർവഹിച്ചു. യൂണിറ്റ് കോർഡിനേറ്റർ ലിൻറ്റോഷ് ജോൺ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, റാഗിയ ജോസ്, NP സെബി, സിനോ ഫ്രാൻസിസ്, ഹാരോൺ ഫ്രൈജോ, അനഘ ദാസൻ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഹൈപ്പർ ലോക്കൽ ജോബ് ഫെയർ മികവ് 2025-27 കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ജോബ് ഫെയറിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഫിനാൻസ്, സെയിൽസ്, പാക്കിംഗ് തുടങ്ങി നിരവധി മേഖലകളിലായി 200-ൽ പരം തൊഴിൽ അവസരങ്ങളാണ് പ്രാദേശികമായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൊണ്ടുവരേണ്ടതാണ്. രാവിലെ 9:30 മുതൽ 10:30 വരെയാണ് രജിസ്ട്രേഷൻ. മുപ്പളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഒക്ടോബർ 10 ബുധനാഴ്ച രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9846770509. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ HMC ആംബുലൻസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ ആവശ്യമുണ്ട്. 2025 ഒക്ടോബർ 6-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മുൻപ് അപേക്ഷകൾ പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കണം. ESI കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരാതി പരിഹാര യോഗം നിധി ആപ്കെ നികട്ട് 2.0 തൃശൂർ ESI കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിൽ വെച്ച് സെപ്റ്റംബർ 29-ന് രാവിലെ 10 മണിക്ക് നടത്തും. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ആനുകൂല്യ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാനും പരാതി പരിഹാരത്തിനും അന്നേ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. കോടാലി മുരിക്കിങ്ങൽ കട്ടക്കയം ആഗസ്തി സണ്ണി 64 വയസ്സ് അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മുരിക്കിങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ സോണിയ, സ്റ്റൈൽ, ഷൈൻ എന്നിവർ മക്കളും, പ്രിയൽ, മരിയ എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം ചേരാക്കൽ പരേതനായ നാരായണന്റെ ഭാര്യ സരോജിനി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്ക് വീണ്ടും ദുരിതമായി. 3 ദിവസമായി തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. അളഗപ്പനഗർ പഞ്ചായത്ത് 1-ാം വാർഡ് ആമ്പല്ലൂർ വടക്കുമുറിയിൽ നിർമ്മിച്ച ആരോഗ്യ ഉപകേന്ദ്രം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാലപ്പിള്ളിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷിംസൺ വടക്കേത്തലയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃക്കൂർ പ്രിയദർശിനി സാംസ്കാരിക കൂട്ടായ്മ തൃക്കൂർ പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് കൈമാറി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.